ലൂക്ക 6:27 യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുകയും തീർച്ചയായിട്ടും എളുപ്പമല്ല, വിഷമമാണ്. പക്ഷേ അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ പാലിച്ചെങ്കിൽ നമ്മളോട് ദൈവം ക്ഷമിക്കുവാനും നമുക്ക് സ്വർഗത്തിൽ പോകാനും സാധിക്കുകയുള്ളൂ. മത്തായി 6:12 വീണ്ടും ദൈവം നമ്മളോട് പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ കടം എന്ന് വെച്ചാൽ എന്താ? കൊടുത്തു വീട്ടാനുള്ള ബാധ്യതയ്ക്കാണ് കടം എന്ന് പറയുക. കൊടുത്തു വീട്ടാനുള്ള ബാധ്യത. ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് 100 രൂപ കടം വാങ്ങിയാൽ അത് കൊടുത്തു വീട്ടുന്നത് വരെ അതെൻ്റെ മേലുള്ള കടമായി കിടക്കും. ഏത് കടവും തീരുന്നത് അത് കൊടുത്തു വീട്ടുമ്പോഴാണ്. ഇതുപോലെ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു പാപത്തിൻ്റെ കടബാധ്യതയുണ്ട്. പാപത്തിൻ്റെ കടബാധ്യതയുണ്ട്. പരസ്പരം ക്ഷമിക്കാത്തതിൻ്റെ, വിട്ടുവീഴ്ച ചെയ്യാത്തതിൻ്റെ ഒരു കടബാധ്യതയുണ്ട്. ഈ കടം നമ്മൾക്ക് പലപ്പോഴും കൊടുത്തു വീട്ടാൻ സാധിക്കില്ല. പകരം അത് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ഇളച്ചു കിട്ടണം. ദൈവസന്നിധിയിൽ നമുക്ക് ഇളച്ചു കിട്ടണം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഇളച്ചു കിട്ടണം. ഇപ്പം ദൈവം നമ്മുടെ പാപത്തിൻ്റെ കടം നമുക്ക് ഇളച്ചു തരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അവരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കാൻ തയ്യാറാകണം. അവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങൾ സാരമില്ലെന്ന് വെക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. റോമ 12 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രതികാരം നിങ്ങൾ ചെന്ന് ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. നമ്മൾ പ്രതികാരം ചെയ്യാതെ ദൈവത്തിൻ്റെ നീതിക്ക് വിടുകയാണെങ്കിൽ ദൈവം തന്നെ തക്ക സമയത്ത് പ്രതികാരം ചെയ്യുന്ന അനുഭവം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാനായിട്ട് സാധിക്കും. റോമ 12:20 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശന്നാൽ നീ ഭക്ഷിക്കാനും ദാഹിച്ചാൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ തലയിൽ തീക്കനൽ കോരിയിടും. ഈ തീക്കനൽ അഥവാ ഉമിത്തി എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ആളിക്കത്തിപ്പോകുന്നതല്ല. അത് അവിടെ കിടന്ന് നീറി 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 കത്തുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ മറ്റുള്ള ആളുടെ തലയിൽ ഇതുപോലെ തീക്കനൽ കൂടിയിടും. എപ്പോഴാണ്? നമ്മളോട് ദ്രോഹം ചെയ്തവർക്ക് നമ്മൾ ക്ഷമയും സ്നേഹവും കൊടുക്കുമ്പോഴും. ഞാൻ ഓർക്കുക, ഒരിക്കൽ ഒരു ഭർത്താവ് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം പക്ഷേ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച് വ്യഭിചരിക്കാൻ പോയി, എയ്ഡ്സ് രോഗിയായി. അങ്ങനെ അദ്ദേഹം വഴി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും എയ്ഡ്സ് രോഗം പിടിച്ചു. 2 പേരും എയ്ഡ്സ് രോഗികളായി. ഈ അവസരത്തിൽ ഇവരൊരിക്കൽ എന്നെ ഫോൺ വിളിച്ചു, അച്ഛാ വന്നാവോ, ഒന്ന് കാണാവോ? ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഇവിടെ ഇങ്ങനെ കൈ തൊട്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ രോഗം എനിക്ക് സഹിക്കാം, പക്ഷേ ഇവളുടെ, പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല, കരയാൻ തുടങ്ങി. എൻ്റെ രോഗം എനിക്ക് സഹിക്കാം. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ രോഗിയായി തീർന്നത് ഞാൻ ഈ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ എന്നുള്ള ഒരു സമാധാനമെങ്കിലും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് സഹിക്കാം. പക്ഷേ ഇവളുടെ രോഗം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ അത് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇവളുടെ രോഗം എനിക്ക് സഹിക്കാൻ കഴിയാത്തത്? ഇവള് രോഗിയായത് ഇവള് തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഞാൻ തെറ്റ് ചെയ്ത് ഇവളെ വഞ്ചിച്ച് ഞാനാണ് ഇവളെ രോഗിയാക്കിയത്. അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സ്ത്രീയെ തിരിച്ച് അങ്ങേരുടെ തോളത്ത് കൈവച്ചുകൊണ്ട് പറയുക, അയ്യോ അച്ചായ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ അച്ചായ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ മനുഷ്യന് ഭയങ്കര ഒച്ചത്തിൽ പൊട്ടിക്കരയുക, അച്ഛാ, ഇതാണ് എനിക്ക് സഹിക്കാൻ മേലാത്തത്. ഏത്? ഞാൻ തെറ്റ് ചെയ്ത് ഇവളെ വഞ്ചിച്ച് ഞാൻ രോഗിയായി ഇവളെ രോഗിയാക്കി, എന്നിട്ടും ഇവള് എന്നെ ഒന്ന് വഴക്ക് പോലും പറയുന്നില്ല. ഇതാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. നോക്കിയേ, ആ സ്ത്രീയുടെ ആ ക്ഷമ, ആ സ്ത്രീയുടെ ആ സ്നേഹം, ആ സ്ത്രീയുടെ വിട്ടുവീഴ്ച ആ മനുഷ്യൻ്റെ തലയിലെ തീക്കനലായി രൂപാന്തരപ്പെട്ടു. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ രോഗം എനിക്ക് സഹിക്കാം, ഇവളുടെ രോഗമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവൾ എന്നെ ഒന്ന് വഴക്ക് പോലും പറയുന്നില്ല, അതാണ് എൻ്റെ മനസ്സിൽ തീക്കനലായി കിടക്കുന്നത്. അപ്പം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്, തോറ്റുകൊടുക്കുമ്പോഴാണ്, ചെറുതാകുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ മനസ്സിൽ പശ്ചാത്താപത്തിന്, മാനസാന്തരത്തിന്, വിട്ടുവീഴ്ചയൊക്കെ കാരണമായി തീരുന്നത്. എബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു,
എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കുക. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം വരുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം വരുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ തന്നെ നട്ടു വളർത്തിയ ചില മരങ്ങൾ ചിലപ്പോൾ വെട്ടിക്കളയും. കാരണം അതിൻ്റെ വേര് വളർന്നിട്ട് നമ്മളുടെ കെട്ടിടത്തിൻ്റെ തറ പൊട്ടുന്നു, അഥവാ ഭിത്തി പൊട്ടുന്നു, കെട്ടിടത്തിൻ്റെ ഉറപ്പിന് ക്ഷതമേൽക്കുന്നുവെന്ന് തോന്നിയാൽ നമ്മൾക്ക് എത്ര ഇഷ്ടമുള്ള മരമാണെങ്കിലും, നമ്മൾ തന്നെ നട്ടു വളർത്തിയ മരമാണെങ്കിലും നമ്മൾ ആ മരം വെട്ടിക്കളയും. കാരണം നമ്മൾ ആ മരത്തേക്കാൾ സ്നേഹിക്കുന്നത് നമ്മുടെ കെട്ടിടത്തെയാണ്. ആ മരത്തേക്കാൾ നമുക്ക് വിലപ്പെട്ടത് നമ്മുടെ കെട്ടിടമാണ്. അതുകൊണ്ട് ആ മരം വെട്ടിക്കളയാൻ പോലും നമ്മൾ തയ്യാറാകും. കർത്താവ് പറയുന്നു, ഇതുപോലെ വിദ്വേഷത്തിൻ്റെ വേര് വളർന്നിട്ട് ഉപദ്രവമുണ്ടാക്കും. നമ്മളിലുള്ള വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നമ്മളാകുന്ന കെട്ടിടത്തെ തന്നെ തകിടം മറിക്കും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഒരു 10-75 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് തീർന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഒരു ബോർഡിംഗ്, അച്ഛന്മാർ നടത്തുന്ന ഒരു ബോർഡിങ്ങിൽ താമസിച്ച് പഠിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. ഈ ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുമ്പോൾ എല്ലാ കത്തോലിക്ക കുട്ടികളും രാവിലെ പള്ളിയിൽ പോകണമെന്ന് വാർഡനച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കുട്ടിയും രാവിലെ പള്ളിയിൽ പോവുകയും ചെയ്യും. പക്ഷെ ഒരു ദിവസം രാവിലെ ബെല്ലടിച്ചത് ഈ കുട്ടി അറിഞ്ഞില്ല, കിടന്നുറങ്ങിപ്പോയി. അന്ന് പള്ളിയിൽ പോയില്ല. വാർഡനത് കണ്ടുപിടിച്ചു. വാർഡൻ ഇവനെ വിളിച്ച് ചോദിച്ചു, നീ എന്തേ പള്ളിയിൽ വരാഞ്ഞ്? അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഉറങ്ങിപ്പോയി, സോറി, നാളെ തുടങ്ങി വന്നേക്കാം. പക്ഷേ അച്ഛനത് ബോധ്യം വന്നില്ല. അച്ഛൻ അവന് ശിക്ഷ കൊടുത്തു. ശിക്ഷ ഇതാണ്, അവനെ പിടിച്ച പിടിയിൽ പള്ളിയിൽ കൊണ്ടുപോയി സക്രാരയുടെ മുമ്പിൽ 3 മണിക്കൂർ മുട്ടുകുത്തി നിർത്തിച്ചു. ഇതാ കൊടുത്ത ശിക്ഷ. അങ്ങനെ പള്ളിയിൽ പോയി മുട്ടുകുത്തി നിൽക്കുമ്പോൾ ആ കുട്ടി ഒരു തീരുമാനമെടുത്തു. തീരുമാനം ഏതാ? ഈ ബോർഡിങ് വിട്ടാൽ മരിക്കുന്നിടം വരെ ഞാൻ ഇനി പള്ളിയിൽ പോവില്ല. ഇതാ എടുത്ത തീരുമാനം. ഈ മനുഷ്യൻ എന്നിട്ട് 70ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹം ഒരു ഹോമിയോ ഡോക്ടറായി തീർന്നു. മരിക്കുന്നിടം വരെ ആ വാഗ്ദാനം അദ്ദേഹം പാലിച്ചു. 2 തവണ ആ വാഗ്ദാനം തെറ്റിച്ചു. 1 ഒത്തു കല്യാണത്തിനും 2 കല്യാണത്തിനും. ഈ 2 സമയത്ത് പള്ളിയിൽ പോകാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പള്ളിയിൽ പോയി. വേറെ ഒരിക്കലും ആ മനുഷ്യൻ പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു കൂതാശയും സ്വീകരിച്ചിട്ടില്ല. ഒരിക്കൽ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബസ്സിൻ്റെ അകത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ ആ ബോർഡിങ് വിട്ട് പോയ ശേഷം 70ാമത്തെ വയസ്സ് വരെ അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല, ഒരു കൂതാശയും സ്വീകരിച്ചിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. നോക്കിക്കേ, ആ വാർഡനച്ചോടുള്ള ഒരു പ്രതികാരത്തിൻ്റെ വേരവിടെ കിടന്നിട്ട് വളർന്ന് 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 ആ മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു. ഇതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവമുണ്ടാക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഒരുപക്ഷെ നമ്മളിലൊക്കെ ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെ വേരുകൾ ചിലപ്പോൾ ഉണ്ടാകാം. വിദ്വേഷത്തിൻ്റെ വേരുകൾ എത്രയായാലും ക്ഷമിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാതെ മനസ്സിലിട്ടുകൊണ്ടിരുന്ന് അവസാനം നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന, ആത്മീയമായി, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി നശിപ്പിക്കുന്ന ഇത്തരം വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ പേരുകൾ നമ്മളുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. മർക്കോസ് 11:24-25 വചനങ്ങളിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കും. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, നമുക്ക് വിരോധം പല വ്യക്തികളോടുണ്ടാകാം. വ്യക്തിപരമായ വിരോധമുണ്ടാകാം. ഉദാഹരണം, ജീവിത പങ്കാളിയോട്, അപ്പനോട്, അമ്മയോട്, സഹോദരന്മാരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, അധികാരികളോട്, സഹപ്രവർത്തകരോട്, കീഴ്ജീവനക്കാരോട്, നമ്മളെ ഉപദ്രവിച്ചവരോട്, നമ്മളോട് അനീതി കാണിച്ചവരോട്, നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരോട്, നമുക്ക് പാരവെച്ചവരോട്, ഇങ്ങനെ എത്രയോ പേരോട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വിരോധമുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ വിരോധം ഒരു വ്യക്തിയോട് തന്നെ ആയിരിക്കണമെന്നല്ല, ഒരു ഗ്രൂപ്പിനോടായിരിക്കാം. ഉദാഹരണത്തിന്, അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ആ വർഗത്തെ വെറുക്കുന്ന ആളുകളുണ്ട്. കാരണം ഏതോ ഒരു അച്ഛനിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ്.
അതിൻ്റെ പേരിൽ എല്ലാ അച്ഛന്മാരെയും വെറുക്കുന്നു. സിസ്റ്റർമാരെന്ന് കേട്ടാൽ കലി തുള്ളുന്ന ആളുകളുണ്ട്. കാരണം എല്ലാ സിസ്റ്റർമാരെ വ്യക്തിയെ ഉപദ്രവിച്ചിട്ടല്ല, ഏതോ ഒരു സിസ്റ്ററിൽ നിന്നുണ്ടായ ഒരു തിക്താനുഭവത്തിൻ്റെ ഫലമായി സർവ്വ സിസ്റ്റർമാരെയും വെറുക്കുക. അതുകൊണ്ടാണ് ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെ കടുംപിടുത്തങ്ങൾ കാണിക്കരുത്, വിട്ടുവീഴ്ച ചെയ്യണം, മയം കാണിക്കണമെന്നൊക്കെ പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയോടുള്ള വിരോധമായിട്ടല്ല അത് രൂപപ്പെടുക, സർവ്വ അച്ഛന്മാരോടും സർവ്വ സിസ്റ്റേഴ്സിനോടും സഭയോടുമുള്ള വിരോധമായിട്ട് അത് രൂപാന്തരപ്പെടും. കത്തോലിക്ക സഭയിൽ നിന്ന് പിണങ്ങിപ്പോയ, ഇന്ന് സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന, ഞാൻ പേരൊന്നും പറയുന്നില്ല, എത്രയോ വ്യക്തികൾ ഒരു കാലത്ത് സഭയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തവരാണ്, അൾത്താര സഭാലന്മാരായിരുന്നു, സെമിനാരി പഠിച്ചവരൊക്കെയാണ്. അവരൊക്കെ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ട് വലിയ സഭാവിരോധികളായി തീർന്നത് ചില അച്ഛന്മാരുടെ, ചില സിസ്റ്റേഴ്സിൻ്റെ ചില കർക്കശമായ ക്ഷമയില്ലാത്ത ചില പെരുമാറ്റത്തിലൂടെയാണ്. അപ്പോൾ ഒരു വ്യക്തി തന്നെയല്ല, ഒരു ഗ്രൂപ്പിനോടുള്ള വിരോധമായിട്ടത് രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടാകാം, എന്തിൻ്റെ പേരിലും വിരോധമുണ്ടാകാം. വിരോധത്തിൻ്റെ കാരണങ്ങൾ പലതാകാം. ഒരു പക്ഷേ നമ്മളെപ്പറ്റി പരദൂഷണം പറഞ്ഞതാകാം, കഷ്ടനഷ്ടങ്ങൾ വരുത്തതാകാം, സാമ്പത്തികമായിട്ട് നഷ്ടം വരുത്തതാകാം, അവസര നഷ്ടം വരുത്തതാകാം, പല വിധത്തിൽ നമ്മളെ ദ്രോഹിച്ചവരാകാം. അതാണ് ആരോടെങ്കിലും ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നമ്മൾക്ക് ന്യായം വെച്ച് നോക്കിയാൽ, യുക്തി വെച്ച് നോക്കിയാൽ ക്ഷമിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ന്യായം വെച്ച് നോക്കുമ്പോൾ ന്യായം എൻ്റെ ഭാഗത്താണ്, അന്യായം അങ്ങേ ഭാഗത്താണ്. എൻ്റെ ഭാഗത്താണ് നീതിയെങ്കിൽ, നിങ്ങളുടെ ഭാഗത്താണ് നീതികേടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ക്ഷമിക്കണം? ക്ഷമിക്കേണ്ട ആവശ്യമില്ല. അതാണ് ന്യായം വെച്ച് നോക്കിയാൽ, യുക്തി വെച്ച് നോക്കിയാൽ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ ന്യായത്തിന് അപ്പുറത്തേക്ക് കടന്ന്, യുക്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം. അങ്ങനെ ന്യായത്തിന് അപ്പുറത്തേക്ക്, യുക്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് ക്ഷമിക്കണമെങ്കിൽ നമ്മളെ ദൈവവിശ്വാസം സ്വാധീനിക്കണം, ദൈവവിശ്വാസം സ്വാധീനിക്കണം. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിൻ്റെ തെറ്റുകൾ ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ നീ ക്ഷമിക്കണം, നീ വിട്ടുവീഴ്ച ചെയ്യണം, നീ തോറ്റുകൊടുക്കണം, നീ ചെറുതാകണം, നീ നാണം കെടണം. എങ്കിലേ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയൂ, എങ്കിലേ ഞാൻ നിന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് ക്ഷമിച്ചെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. അപ്പം അതുകൊണ്ട് ആരോടെങ്കിലും എന്തിൻ്റെ പേരിലെല്ലാം വിരോധമുണ്ടെങ്കിലും ന്യായത്തിൻ്റെ, യുക്തിയുടെ, മുഠായുക്തിയുടെ അപ്പുറത്തേക്ക് കടന്ന് ദൈവത്തെ പ്രതി, ദൈവവിശ്വാസത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നുള്ള ഉത്കടമായ ഒരു ആഗ്രഹത്തെ പ്രതി എങ്കിലും നമ്മൾ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. മത്തായി 5:23 നമ്മൾ വായിക്കുന്നുണ്ട്, നീ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് കണ്ടാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. കർത്താവ് പറഞ്ഞത് നിനക്ക് വിരോധമുണ്ടെങ്കിൽ പോയി രമ്യതപ്പെടുക എന്നല്ല, നിന്നോട് വിരോധമുണ്ടെങ്കിലും പോലും രമ്യതപ്പെടുക എന്നാണ്. നിനക്ക് വിരോധമുണ്ടെങ്കിൽ എന്നല്ല, നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും നീ പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ അത്രയൊന്നും ഒരിക്കലും ചെയ്യാറില്ല. മത്തായി 18:21 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് ചോദിച്ചു, ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യം. 70 പ്രാവശ്യം എന്ന് വെച്ചാൽ എനി നമ്പർ ഓഫ് ടൈംസ് എന്നാണ് അർത്ഥം. എത്ര തവണ ക്ഷമിക്കേണ്ടി വന്നാലും അത്രയും തവണ ക്ഷമിക്കണമെന്നാണ് അർത്ഥം. എണ്ണമില്ലാത്ത തവണ ആവശ്യം വരുമ്പോഴൊക്കെ ക്ഷമിക്കണമെന്നാണ് അർത്ഥം. എന്നിട്ട് അവിടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. 10,000 താലന്ത് കടം വാങ്ങിയ ആളുടെയും 100 ധനാര കടം വാങ്ങിയ ആളുടെയും ഉദാഹരണങ്ങൾ. 10,000 താലന്ത്, ഒരു താലന്ത് എന്ന് വെച്ചാൽ 34.272 കിലോഗ്രാം സ്വർണത്തിന് തുല്യമാണ്. ഒരു താലന്ത് എന്ന് വെച്ചാൽ 34.272 കിലോഗ്രാം സ്വർണത്തിന് തുല്യമാണ്. അപ്പം 10,000 താലന്ത് എന്ന് വെച്ചാൽ 3,42,720 കിലോഗ്രാം സ്വർണത്തിന് തുല്യമാണ്. ഒരു ധനാറ എന്ന് വെച്ചാൽ 5.7 ഗ്രാം സ്വർണത്തിന് തുല്യമാണ്. ഇപ്പം 100 ധനാറ എന്ന് വെച്ചാൽ വെറും 570 ഗ്രാം സ്വർണത്തിന് തുല്യം. ഈ 10,000 താലന്തിൻ്റെ അഥവാ 3,42,720 കിലോഗ്രാം സ്വർണത്തിൻ്റെ കടബാധ്യത ഇളച്ചു കിട്ടിയ വ്യക്തി വെറും 570 ഗ്രാം സ്വർണത്തിൻ്റെ കടത്തിന് അവധി കൊടുക്കാൻ പോലും തയ്യാറായില്ല. നിനക്ക് 3,42,720 കിലോഗ്രാം സ്വർണത്തിൻ്റെ കടബാധ്യത ഞാൻ എഴുതിത്തള്ളി നിന്നെ സ്വതന്ത്രനാക്കി വിട്ടിട്ട്
എന്തുകൊണ്ട് വെറും 570 ഗ്രാം സ്വർണത്തിൻ്റെ കടത്തിന് നിനക്കൊരു അവധി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല? നീ ദുഷ്ടനാ, നീ കടം വിളിച്ചു കിട്ടാൻ യോഗ്യതയുള്ളവനല്ല. അങ്ങനെ കർത്താവ് അവനെ തിരിച്ചു വിളിച്ച് ഇളച്ചു കൊടുത്ത കടം ക്യാൻസൽ ചെയ്തിട്ട് ഈ 10,000 താലന്തും തിരിച്ചടയ്ക്കുന്നിടം വരെ അവനെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക. ഞാൻ ചോദിക്കട്ടെ, ജയിലിന് പുറത്ത് കിടന്നിട്ട് 10 പൈസ അടച്ചു വിട്ടാൻ പറ്റില്ല, പിന്നെ അവനാണോ ജയിലിൽ കിടന്നിട്ട് 10,000 താലന്ത് അടയ്ക്കാൻ പോണേ? എന്ന് വെച്ചാൽ ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. നിത്യമായ ശിക്ഷയ്ക്ക് അവനെ വിധിക്കപ്പെട്ടു വന്ന കർത്താവ് ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്, മറ്റു മനുഷ്യർ എന്നോടും നിങ്ങളോടും ചെയ്ത സർവ്വപാപങ്ങളും സർവ്വപരാധങ്ങളും സർവ്വദ്രോഹങ്ങളോടെ കൂട്ടിയാലും 570 ഗ്രാമിൻ്റെ തുല്യമേ വരും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിനും സഹോദരങ്ങൾക്കെതിരായി ചെയ്ത പാപത്തിൻ്റെ തൂക്കം നോക്കിയാൽ അത് 3,42,720 കിലോഗ്രാം സ്വർണത്തിന് തുല്യമാണ്. എന്നുവെച്ചാൽ ദൈവത്തിനും സഹോദരങ്ങൾക്കും എതിരായി നമ്മൾ ചെയ്ത പാപത്തിൻ്റെ തിന്മയുടെ നീതികേടിൻ്റെ അത്രയും തെറ്റ് ബാക്കി എല്ലാ മനുഷ്യരും കൂടി പോലും നമ്മളോട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് മറ്റുള്ളവർ കാണിച്ച ചെറിയ ദ്രോഹങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം. എങ്കിലേ നിങ്ങളുടെ ഗൗരവമായ എണ്ണമറ്റ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് കഴിയുകയുള്ളൂ. പ്രഭാഷകൻ 28:1 മുതൽ 7 വരെ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പ്രതികാരം ചെയ്യുന്നവരോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവരുടെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലുള്ളവരോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മനുഷ്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതത്തിൻ്റെ അന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക, കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക, അത്യുന്നതൻ്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. ഇപ്പം ജീവിത അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നമുക്കെല്ലാവർക്കും ജീവിതത്തിന് അന്ത്യമുണ്ട്, മരണമുണ്ട്, വിധിയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അതെങ്കിലും ഓർത്തിട്ട് ശത്രുത അവസാനിപ്പിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. സുഭാഷിതം 25, 21, 22 വചനങ്ങൾ പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരവും ദാഹിക്കുന്നവൽ കുടിക്കാനും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ തീക്കനൽ കോരിയിടുന്നതിന് തുല്യമാകും. പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് ഒരുപാട് ദ്രോഹം ചെയ്ത ഒരു കുട്ടി ക്ലാസ്സിൽ കയറിയില്ല, സർവ്വ അലമ്പിനുമുണ്ടാകും. അപ്പോൾ അവനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ നോട്ടീസ് കൊടുത്ത് വിട്ടു, ഒരിക്കലും അവൻ ക്ലാസ്സിൽ കാണൂല. പക്ഷേ പുറത്ത് വന്നെല്ലാം അലമ്പ് ഉണ്ടാക്കും. എൻ്റെ തലവെട്ടം കണ്ടാൽ അവൻ ഓടി രക്ഷപ്പെടും. ഒരിക്കലും ഇവൻ യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു വിട്ടു. ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവനെ ചാടി പിടിച്ചു. അവൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു. ഞാൻ എൻ്റെ കസേരയിരുത്തി എതിർവശത്തുള്ള കസേരയിൽ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അവൻ ജന്മം അവിടെ ഇരിക്കൂല. ഞാൻ പറഞ്ഞാടാ, ഞാനല്ലേ പറഞ്ഞ് ഇരിക്കും. അങ്ങനെ പറഞ്ഞ് അവനെ ഇരുത്തി. എന്നിട്ട് എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു 2 ചായയും ബിസ്ക്കറ്റും കൊണ്ടുവരാൻ പറഞ്ഞു. സ്റ്റാഫ് 2 ചായ കൊണ്ടുവന്ന് കുറച്ച് ബിസ്ക്കറ്റും കൊണ്ടുവച്ചു. ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് കഴിക്കാം. ജന്മം കൊണ്ട് പാവൻ ബിസ്ക്കറ്റും എടുക്കൂല, ചായ എടുക്കൂല. ഞാൻ പറഞ്ഞടാ, ഞാനാ പറഞ്ഞത് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് 2 ബിസ്ക്കറ്റും കഴിപ്പിച്ചു, ചായയും കുടിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇനി നീ പൊക്കോന്ന് പറഞ്ഞു. അവൻ പോവില്ല. അവൻ എൻ്റെ അടുത്ത് നേരിട്ട് പോവില്ല. അവനവിടെ ഇരുന്ന് സാറേ സോറി ഒക്കെ പറയാൻ തുടങ്ങി. അവസാനം അവൻ എഴുന്നേറ്റ് എൻ്റെ മുമ്പ് പറഞ്ഞ് മുട്ടുകൂത്തി എൻ്റെ കാല് പിടിച്ച് എന്നോട് ക്ഷമ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഓക്കെ, ഞാൻ അവനെ കിട്ടിയ അവസരത്തിൽ അവനോട് പാര വയ്ക്കാൻ ശ്രമിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, ഉപദ്രവിച്ചില്ല, പ്രതികാരത്തിനൊന്നും പോയില്ല. പകരം ഒരു ചായ 2 ബിസ്ക്കറ്റ് കൊടുത്തേ. അതാണ് അവൻ്റെ ഉള്ളിൽ തട്ടിയത്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്, വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്, അങ്ങോട്ട് ചില കണ്ടറിഞ്ഞ് അവരുടെ ചില പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്, തലയിൽ അനുതാപത്തിൻ്റെ തീക്കനലെന്ന് പറയുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വിരോധം വെച്ചുകൊണ്ടിരുന്നാൽ, ശത്രുത വെച്ചുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ മനസ്സിൽ നീറ്റലുണ്ടാകുന്ന. ഇല്ല. നമ്മൾ ന്യൂട്ടൻ്റെ 3rd ലോ പഠിച്ചിട്ടില്ലേ? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്.
ഞാൻ ശത്രുത വെച്ചുകൊണ്ടിരുന്നാൽ എന്നോട് ശത്രുത വെച്ചുകൊണ്ടിരിക്കും. ഞാൻ വിരോധം കാണിച്ചാൽ എന്നോടും വിരോധം കാണിക്കും. ഞാൻ പക കാണിച്ചാൽ എന്നോടും പക കാണിക്കും. തിരിച്ച് ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എന്നോടും വിട്ടുവീഴ്ച ചെയ്യും. ഞാൻ ക്ഷമിച്ചാൽ എന്നോടും ക്ഷമിക്കും. ഞാൻ തോറ്റുകൊടുത്താൽ എൻ്റെ മുമ്പിലും നോക്കും. ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ വിരോധത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറിപ്പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടൊരു കാരുണ്യത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു വിട്ടുവീഴ്ചയുടെ, ഒരു തോൽവിയുടെ, ഒരു ചെറുതാകലിൻ്റെ ഒരു മാതൃക അവരുടെ മുമ്പിൽ കാണിക്കണം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 38-ാമത്തെ വചനം എങ്ങനെയാണ്? അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവരുടെ വഴിക്ക് വിട്ടേക്കുക. സംഭവം ഇതാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് നടക്കുമ്പോൾ യഹൂദ പ്രമാണികൾ, ഫരീസയരൊക്കെ അവരെ വിളിച്ച് താക്കീത് ചെയ്തു, മേലാൽ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. അവർ പിന്നെയും പോയി പ്രസംഗിച്ചു. അപ്പോൾ ഇവർ ഗൂഢാലോചന നടത്തി. ഇവരെ ഇനിയും വിളിച്ചുകൊണ്ട് വരണം, സാന്നിധ്യത്തിനെയും സംഘം കൂടണം, അവിടെ വെച്ച് വിസ്തരിച്ച് ഇവരെ കൊല്ലാനായിട്ട് വിധിക്കണം. അങ്ങനെ ഇവരെ പ്ലാൻ ചെയ്തു. ആ ആലോചന മീറ്റിംഗ് നടക്കുമ്പോൾ അവരിൽപ്പെട്ട ഒരാളായിരുന്നു ഗമാലിയൽ. എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു, ഇവരെ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു അവരെ കൊല്ലണം. ഗമാലിയലിനോട് ചോദിച്ചു, ഇവരെ എന്ത് ചെയ്യണമെന്നാണ് നിൻ്റെ അഭിപ്രായം? ഗമാലിയൽ പറഞ്ഞു, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. എന്നിട്ട് ഗമാലിയൽ ഒരു വിശദീകരണം പറഞ്ഞു. അവരീ ചെയ്യുന്നത്, അവരീ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണെങ്കിൽ നമുക്കവരെ തടയാൻ കഴിയില്ല. നമ്മൾ തടയാൻ ശ്രമിച്ചാലും അത് വിജയിക്കത്തുമില്ല. പകരം അവരീ ചെയ്യുന്നത് വെറും മാനുഷികമായ ചിന്തയിൽ നിന്നാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് തനിച്ച് ചത്തുകെട്ട് ഇല്ലാതായിക്കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ആ ഉപദേശം കേട്ട് അവർ ഈ സ്ലീഹന്മാരെ പിടിച്ച് 2 അടിയും കൊടുത്ത് വെറുതെ വിട്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളോട് ദ്രോഹം ചെയ്യുന്നത്, പാരവെക്കുന്നത്, ശത്രുത കാണിക്കുന്നത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പകരം വീട്ടാതെ, പ്രതികാരം ചെയ്യാതെ അവരെ അവരുടെ വഴിക്ക് വിട്ടേച്ചാൽ മതി. അത് തനിച്ച് ചത്തുകെട്ട് ഇല്ലാതായി പോരും. നമ്മളുടെ മുമ്പിൽ പാരവെച്ചവർ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലാതായിത്തീരും. അവർ നമ്മുടെ മുമ്പിൽ തോറ്റു തുന്നാൻ പാടും. ഞാൻ വീണ്ടും ഓർക്കുക ഒരു സംഭവം. ഞാൻ ഹോസ്റ്റൽ വാർഡനായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പരീക്ഷാ സമയത്ത് ഒരു പമ്പ് കേടായി. അത്യാവശ്യം വെള്ളമൊക്കെയുണ്ട്. എങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ട് പമ്പ് അഴിക്കാമെന്ന് വിചാരിച്ചു. അഴിച്ച് റിപ്പയറിനൊക്കെ കൊണ്ടുപോയി. അന്നേരത്തേക്ക് ക്ലാസ് തുടങ്ങി. അപ്പോൾ കുറേ കുട്ടികൾ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സുള്ള സമയത്ത് ഹോസ്റ്റലിൽ പോയി കൈലും കൊണ്ടെടുത്ത് തലയിൽ തോർത്ത് പട്ടക്കെട്ട് കെട്ടി പറമ്പിൽ നിന്ന് ചെടിയുടെ കമ്പ് ഒടിച്ചെടുത്ത് ബക്കറ്റ് കഴുത്തേ കെട്ടിയിട്ട് ഈ ചണ്ടി അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ട് കോളേജിൻ്റെ വരാതെ കൂടെ എന്നെ തെറിയും വിളിച്ചുകൊണ്ട് ഒരു പ്രകടനം. അപ്പം മൊത്തം അലമ്പായിപ്പോയി. പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് ചീത്തയും പറഞ്ഞു. എന്നിട്ട് ഈ പയ്യൻ ഇവൻ ഒന്നാന്തരം മാർക്ക് വാങ്ങിച്ച് കോളേജിൽ വന്നതാണ്. അവൻ 3 വർഷം കഴിഞ്ഞിട്ട് പരീക്ഷ ജയിച്ചില്ല. പിന്നെ 2-3 തവണ എഴുതിയിട്ട് അവൻ പരീക്ഷ ജയിച്ചത്. അവൻ ഗൾഫിൽ പോയി ഒരു ജോലി കിട്ടിയിട്ട് ആ ജോലി നഷ്ടപ്പെട്ട് അവൻ തിരിച്ചു വന്നു. വീണ്ടും അവൻ 2ാമത് ജോലി കിട്ടിപ്പോയി. അന്നേരത്തേക്ക് അവന് ഡയബറ്റിക്സ് ആയി, ഇല്ലാത്ത അസുഖങ്ങളെല്ലാം കാരണം ആ ജോലി രാജിവെച്ച് അവൻ തിരിച്ചു വന്നു. ഇന്ന് അവൻ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. അവൻ്റെ അനുജനും അനുജത്തെയും ജോലി കിട്ടി, കല്യാണം കഴിച്ചു, നന്നായിട്ട് ജീവിക്കുന്നു. ഇവന് ജോലിയില്ല, അസുഖങ്ങൾ, കല്യാണം നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് എവിടെയോ ധ്യാനത്തിന് പോയത്. ധ്യാനത്തിന് പോയി അവിടെ കൗൺസിലിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഈ കഥകളെല്ലാം പുറത്തു വരുന്നത്. അവൻ പറയുകയാണ്, പോയിട്ട് ക്ഷമ പറയണം. ഞാനൊരിക്കൽ പ്രിൻസിപ്പലിൻ്റെ കസേരയിലിരിക്കുമ്പോൾ ഇവൻ കയറി വന്നിട്ട് നേരെ എൻ്റെ കാലിൻ്റെ വീണിൻ്റെ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരച്ചിലാണ്. അതുപോലെ ഇന്നാളെ ഒരു പയ്യൻ ഇതുപോലെ ഹോസ്റ്റൽ വാർഡനായിരുന്നവനാ. എൻ്റെ കൺമുമ്പിൽ അവൻ ഏറ്റവും നല്ല ഒരു കുട്ടിയായിരുന്നു. ഒരിക്കലും ഒരു ഉപദ്രവം എൻ്റെ കൺമുമ്പിൽ എന്നോട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ദിവസം അവനെൻ്റെ അടുത്ത് വന്നു. അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടാണ് വന്നേ. അന്ന് അവന് 40 വയസ്സുണ്ട്. കല്യാണം നടന്നിട്ടില്ല, ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല, 16 ലക്ഷത്തിൻ്റെ കടം. നോക്കുമ്പോൾ അവനാണ് ഹോസ്റ്റലിൽ ഇരിക്കട്ടെ ഏറ്റവും ദ്രോഹം ചെയ്ത ആൾ. പക്ഷേ എന്നിട്ട് അവൻ നല്ല പിള്ള ചമന്ന് നടന്നു. ഇപ്പം നോക്കിക്കേ, ഞാൻ പറഞ്ഞത് നമ്മളോട് ഉപദ്രവം ചെയ്യുന്ന ചില ആളുകളെ നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ശപിക്കുകയും വേണ്ട, പ്രാകുകയും വേണ്ട, ഒന്നും വേണ്ട, ഒരു ദ്രോഹം ചെയ്യേണ്ട. ദൈവം കാണും. അപ്പോൾ ആ ദൈവം ഒരു പക്ഷേ നാളെ അവരോട് പകരം വീട്ടും. പകരം വീട്ടണമെന്നല്ല ഞാൻ പറയുന്നത്, പകരം വീട്ടാൻ പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നത്. ദൈവം അവരോട് ക്ഷമിക്കാൻ, ദൈവം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പക്ഷേ
നമ്മൾ പകരം വീട്ടാൻ നിൽക്കാതെ തന്നെ ദൈവം പകരം വീട്ടുന്ന അനുഭവങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പൂർവ്വ യോസേപ്പിൻ്റെ കഥ നോക്കിക്കേ, എല്ലാവിധത്തിലും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ്, സർവ്വരാലും നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ്. സഹോദരന്മാരെ നീതി നിഷേധിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു, തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു, അടിമയായിട്ട് വിറ്റു, പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമപ്പണി ചെയ്തു, പൊത്തിഫറിൻ്റെ ഭാര്യ വ്യഭിചാര കുറ്റം ചുമത്തി ജയിലിലടച്ചു. എന്നിട്ട് ജോസഫിന് എന്താ പറ്റിയേ? ജോസഫിനെ ദൈവം വളർത്തിയില്ലേ? ജോസഫിനോടുകൂടി ദൈവമുണ്ടായിരുന്നില്ലേ? ജോസഫ് ചെയ്തതൊക്കെ ജയിച്ചില്ലേ? അപ്പം നമ്മൾ ദൈവത്തെ കൂടെ നിർത്തുക, നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുക, അവിടെയാണ് വിജയം. അല്ലാതെ പകരം വീട്ടത് കൊണ്ട്, പ്രതികാരം ചെയ്തതുകൊണ്ട് നമുക്കാർക്കും വിജയമുണ്ടാകുന്നില്ല. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജോബിന് രോഗം വന്നപ്പോൾ, സമ്പത്ത് നശിച്ചപ്പോൾ, മക്കൾ നശിച്ചപ്പോൾ, ജോബിൻ്റെ സുഹൃത്തുക്കൾ ജോബിനെ നിന്ദിച്ചു. പക്ഷെ ജോബ് അപ്പോഴും സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബ് 42:10 പറയുന്നു, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ജോബിനെ അനുഗ്രഹിക്കുവാനല്ല പ്രാർത്ഥിച്ചത്, ജോബിനെ ഉപദ്രവിച്ചവരെ ദൈവം അനുഗ്രഹിക്കാനാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു, ജോബിനെയും അനുഗ്രഹിച്ചു. അവരെ 1 അനുഗ്രഹിച്ചെങ്കിൽ ജോബിനെ 2 അനുഗ്രഹിച്ചു. അഥവാ അവരെ അനുഗ്രഹിച്ചതിൻ്റെ ഇരട്ടി ദൈവം ജോബിനെ അനുഗ്രഹിച്ചു. നമ്മൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുക്കളെയല്ല, അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്ന നമ്മളെ തന്നെയാണ്. അനക്കാൻ പറഞ്ഞതിൽ ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ച് വന്ന് ധ്യാനം കൂടി എൻ്റെ 4ാമത്തെ ദിവസം തൊട്ട് എനിക്ക് സ്തുതിപ്പിൻ്റെ സമയത്ത് 2 കൈയും ഉയർത്താനും ബാക്കിലേക്ക് തിരിക്കാൻ വേണ്ടായില്ല. അപ്പോൾ ബാക്കിലേക്ക് തിരിക്കാനും പറ്റി. കഴുത്തിൻ്റെ സൈഡ് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. എനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട്. ഞാൻ ഷുഗർ എല്ലാം 2 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 400-350 ഒക്കെയാണ് നിൽക്കുന്നത്. ഈ 2 ദിവസം മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഞാൻ യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് ആരാധനയുടെ സമയത്ത് എനിക്ക് പൊള്ളൽ പോലെ അനുഭവപ്പെട്ടു. പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു, ഈ ഷുഗറുള്ള കാരണം. അതും മാറി കിട്ടി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 141 റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി അനുഗ്രഹം എനിക്ക് യേശു 1000 നന്ദി എനിക്ക് യേശു തന്നിട്ടുണ്ടായിരുന്നു. Spirit of God, we worship you.